പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഈ വാക്യത്തെ ആസ്പദീകരിച്ച് ആകുലതകൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന വിഷയം നാം തുടർന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, എക്കാലങ്ങളെക്കാട്ടിലും സമസ്ത മേഖലകളിലുമുള്ള മനുഷ്യർ വളരെ ആശങ്കയിലും ഉത്കണ്ഠയിലും ആയിരിക്കുന്നൊരു സമയമാണ്. എല്ലാവരും പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം മാനസിക പിരിമുറുക്കത്തിൻ്റെ പിടിയിൽ കഴിഞ്ഞുകൂടുന്നു. മാതാപിതാക്കന്മാർ മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ടെൻഷനാകുകയാണ്. അവിവാഹിതരായവർ അവരുടെ വിവാഹത്തെക്കുറിച്ചോർത്ത് ഉത്കണ്ഠയിലും ആശങ്കയിലും ആയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പഠനം കഴിഞ്ഞവർ ജോലി ലഭിക്കാത്തതിനാൽ വല്ലാത്ത ടെൻഷനിൽ അവർ സഞ്ചരിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി മേഖലയിലുള്ളതായ പല വിഷയങ്ങൾ നിമിത്തമുള്ള പ്രയാസങ്ങൾ അവരവിടെ നേരിടുന്നുണ്ട്. മക്കളില്ലാത്തവർ ആ ഭാരം നിമിത്തം, ആ വേദന നിമിത്തം, ആ നിന്ദകൾ നിമിത്തം പ്രയാസപ്പെടുന്നു. അപ്പോൾ തന്നെ സുവിശേഷ വേല ചെയ്യുന്നവർ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയാത്തത് നിമിത്തം ആരാധനകൾക്ക് സംബന്ധിപ്പാൻ, ശുശ്രൂഷകൾക്ക് പോകുവാൻ കഴിയാത്തതുകൊണ്ട് വളരെയധികം ടെൻഷനിലായിരിക്കുന്നു. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലകളിൽ ലോകത്തുള്ള സകല മനുഷ്യരും ഉത്കണ്ഠയിൽ ആയിരിക്കുന്നൊരു കാലഘട്ടമാണിത്. എന്താണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലത എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നതിനെയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത്, പെൺമക്കൾ മാത്രമുള്ള ചില മാതാപിതാക്കന്മാരുടെ ഒരാവലാതിയാണ് തങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവരുടെ കാര്യം ആരാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടാറുണ്ട്. എന്നാൽ ഇവർക്ക് സമാനമായ ധാരാളം വാർദ്ധക്യം ചെന്ന മാതാപിതാക്കന്മാർ ഇവർക്ക് ചുറ്റും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നത് ഇവർ കാണുന്നുണ്ട്. അതുപോലെ ദൈവം ഞങ്ങളെയും സംരക്ഷിക്കുവാനും കരുതുവാനും പോറ്റുവാനും ശക്തനാണെന്ന് വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള അവിശ്വാസത്തിൻ്റെ ചിന്തകൾ, പ്രത്യാശയില്ലായ്മയുടെ അനുഭവങ്ങൾ ഇവരുടെ ഉള്ളിൽ വരുമ്പോൾ അതവരുടെ മനസ്സിനെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും വല്ലാതെ ബാധിക്കും. ഇതിനെയാണ് ആകുലത എന്ന് വിവക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലത വർദ്ധിക്കാൻ പല കാരണങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ ദൈനംദിന ജീവിതത്തിലെ സംസ്കാരത്തിൽ കടന്നു കയറിയ ആഗ്രഹങ്ങളാണ്. ഇന്ന് മനുഷ്യർ പണം ചിലവാക്കുന്നതും മുൻഗണന കൊടുക്കുന്നതും ആവശ്യങ്ങളെക്കാൾ അധികം അവരുടെ ആഗ്രഹങ്ങൾക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കാൻ മനുഷ്യർ നിർബന്ധിതരായി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ അതോർത്ത് മനുഷ്യർ ഓരോ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ ആകുലരായി മാറുന്നു. മാത്രമല്ല, ഓരോ ദിവസം നമ്മുടെ കണ്ണിൽ കാണുകയും
കാതുകളിൽ കേൾക്കുകയും ചെയ്യുന്ന ആഡംബര സംസ്കാരങ്ങൾ നമ്മളെ ഉത്കണ്ഠയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വെല്ലുവിളിയാണ് ധനസമ്പാദനത്തിനായുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളും അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളും ചിന്തകളുമൊക്കെ ഉത്കണ്ഠയിലേക്ക് അവനെ നയിക്കും. മക്കളെല്ലാം അവരുടെ ജീവിതമാർഗം തേടി വീട് വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ നാട്ടിലും വീട്ടിലും ഒക്കെ തനിയെ ശേഷിക്കുന്ന മാതാപിതാക്കന്മാർ പലപ്പോഴും ആകുലതകൾ കൂടി, ഉത്കണ്ഠകൾ വർദ്ധിച്ച് വല്ലാതെ ബലഹീനരായി രോഗികളായി മാറുന്ന ധാരാളം അനുഭവങ്ങൾ വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനെ പലവിധ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉത്കണ്ഠയിലേക്കും ആശങ്കകളിലേക്കും ആകുലതകളിലേക്കും നയിച്ച് വേണ്ട രീതിയിൽ സമാധാനത്തോടെ ജീവിപ്പാൻ പലർക്കും കഴിയാതെ വരുന്നു. എന്നാൽ നാം വായിച്ച ദൈവവചന ഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരോട് ആകുലതകൾക്കുള്ള പരിഹാര മാർഗങ്ങളെ നിർദ്ദേശിക്കുകയാണ്. 6-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, ആകയാൽ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആമേൻ. 3 വാക്യങ്ങളിൽ ഈ പദം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 25-ാമത്തെ വാക്യം, ആമേൻ, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. അപ്പോൾ തന്നെ 31-ാമത്തെ വാക്യത്തിലും 34-ാമത്തെ വാക്യത്തിലും ആമേൻ എടുത്ത് പറഞ്ഞിരിക്കുന്നു, വിചാരപ്പെടരുത്. എന്തു തിന്നും, എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്നാണ് കർത്താവ് നമ്മോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുന്നത്. ഇവിടെ മനുഷ്യന്റെ എല്ലാ ഉത്കണ്ഠകളുടെയും ആകുലതകളുടെയും പ്രശ്നങ്ങളെ കർത്താവ് 2ആയി തിരിച്ച് നമ്മോട് പറയാ. ഒന്നാമത്തെ ചിന്ത, എന്തു തിന്നും, എന്തു കുടിക്കും എന്നോർത്ത് ജീവന് വേണ്ടിയുള്ള വിചാരം. രണ്ടാമതെടുത്ത് പറയുന്നു, എന്തുടുക്കുമെന്നോർത്ത് ശരീരത്തിനായിട്ടുള്ള ചിന്ത. വാസ്തവത്തിൽ ഇന്ന് നമ്മെ ആകുലതയിലേക്ക് നയിക്കുന്നത് ഈ 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ ജീവനത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ശരീരത്തിന്റെ സുരക്ഷാ പ്രശ്നമാണ് നമ്മുടെ ആകുലതകൾക്ക് പ്രധാന കാരണം. രക്തത്താൽ ജയം. മക്കളുടെ വിദ്യാഭ്യാസമായാലും ജോലിയായാലും, ആമേൻ, ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗമായാലും, ആമേൻ, പാർപ്പിടത്തെ ചൊല്ലിയുള്ള പ്രശ്നമായാലും എല്ലാം ഒന്നുകിൽ ജീവനെ സംബന്ധിച്ച് ഉള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ ശരീരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നവുമാണ്. ഇതിന് രണ്ടിനെയും ചൂണ്ടിക്കാണിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്നു, നിങ്ങൾ വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കരുതെന്നല്ല കർത്താവ് പറഞ്ഞത്, വിചാരപ്പെടരുതെന്നാണ്. ദൈവം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നാം അല്ലാതെ വേറെ ആരും നമ്മെക്കുറിച്ച് ചിന്തിക്കില്ല. എന്നാൽ നമ്മുടെ ചിന്തകൾ നമ്മെ ആകുലതയിലേക്ക് നയിക്കരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമുക്കതൊരു താക്കീതായിട്ട് കർത്താവ് നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ആകുലപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് പ്രധാനമായിട്ട് 3 അടിസ്ഥാന കാരണങ്ങൾ ഈ വചനത്തിലൂടെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. ഒന്ന്, നാം സ്വർഗസ്ഥനായ പിതാവിനെ അറിയണമെന്നുള്ളതാണ്. 6-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. രക്തത്താൽ ജയം. ഒരു ദൈവവൈതൽ വിചാരപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ നന്നായി അറിയുന്ന ഒരു പിതാവുണ്ട് എന്ന് നാം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. ആ ചിന്ത
ആമേൻ, നമ്മെ അസ്വസ്ഥതയില്ലാതെ ജീവിപ്പാൻ സഹായിക്കുക തന്നെ ചെയ്യും. നോക്ക്, ഏലിയാവ് ആഹാബിനോട് ആലോചന അറിയിച്ചു വരുമ്പോൾ ദൈവം ഏലിയാവിനോട് പറയുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളേണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ പറയുന്ന ആലോചന, ആമേൻ ആമേൻ, ഏലിയാവ് ആഹാബിനോട് പറഞ്ഞ ആലോചന ഏലിയാവിനെയും ബാധിക്കുന്ന ഒന്നാ. എന്നാൽ ആ ചിന്ത അവനെ അലട്ടിയില്ല. നാളുകളെ കുറിച്ച് അവൻ എങ്ങനെയാകും എന്താകുമെന്നൊന്നും അവൻ ചിന്തിച്ചില്ല. എന്നാൽ ആമേൻ, ഏലിയാവിനൊരു കാര്യം അറിയാം. ആമേൻ, അവൻ പ്രതികൂലമാണെങ്കിലും പ്രശ്നമാണെങ്കിലും ഏതു സമയത്തും എല്ലാ കാലത്തും അവൻ പോറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദ്യങ്ങളൊന്നും ദൈവത്തോട് ചോദിക്കാതെ ദൈവം പറഞ്ഞതനുസരിച്ച് ഏലിയാവ് കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? 17-6 പറയുന്നു, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നാം അവന്റെ വചനങ്ങൾ ആമേൻ ഏറ്റെടുത്ത് നാം അതിനോട് നീതി പുലർത്തിയാൽ ദൈവം നമ്മെ പുലർത്തുവാൻ ശക്തനാണ്. നോക്കുക, കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ആ സ്കൂളിലെ ഫീസിനെ കുറിച്ച് മാതാപിതാക്കന്മാർ അവൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കും. അതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിൽ ചേർക്കുകയുള്ളൂ. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് വസ്തുത അറിയുന്നത് ഒരുപക്ഷെ ഫീസ് അടയ്ക്കേണ്ടുന്ന സമയത്ത് മാത്രമായിരിക്കും. ഇത്രയും തുക അടയ്ക്കണം, ആമേൻ, ഇത്രയും തുകയാണ് ഇവിടെ ഫീസ് എന്നൊക്കെ ചിലപ്പോ അവര് ആ ഫൈനൽ ടൈമിലായിരിക്കും അറിയുന്നത്. എന്നാൽ അവർ മാതാപിതാക്കന്മാരെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ആമേൻ അവരുടെ ആവശ്യങ്ങൾ മാതാപിതാക്കന്മാർ ഓൾറെഡി നിവർത്തിച്ചിരിക്കും. അതുകൊണ്ട് അവരുടെ യാത്രകൾ, കുഞ്ഞുങ്ങളുടെ യാത്രകൾ, അവരുടെ പഠനങ്ങളൊക്കെ വളരെ സമാധാനത്തോടെയും സുഖകരമായ അനുഭവത്തിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാമും നന്നായി ചെയ്യുമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കാണുകയും രക്തത്താൽ ജയം നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്ത സ്വർഗസ്ഥനായ പിതാവ് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മെ കണ്ട ദൈവം നമുക്ക് വേണ്ടി അവൻ എത്ര ശ്രേഷ്ഠമായിട്ട്, എത്ര അത്ഭുതകരമായിട്ട് കരുതിയിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. സ്തോത്രം. യാഗം കഴിക്കുവാൻ മോറിയാമലയിലേക്ക് മോറിയാക്കുന്നിൽ അബ്രഹാമും തന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കും കൂടെ പോകുമ്പോൾ രക്തത്താൽ ജയം. ഇടവഴിയിൽ ഒരു ചോദ്യം, അപ്പാ യാഗത്തിനുള്ള മൃഗവന്തിയെ. അത് കേട്ട അബ്രഹാം അവൻ ഉടനെ മകനോട് പറഞ്ഞു, മോനെ, നാം അവിടെ എത്തുമ്പോൾ യഹോവ തനിക്ക് വേണ്ടി ഹോമയാഗത്തിനുള്ള ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും, നോക്കിക്കൊള്ളും. സ്തോത്രം, സ്തോത്രം. നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ, ആ സ്വർഗീയ പിതാവിൽ നാം ആശ്രയിച്ചാൽ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ഒന്നിനും കുറവില്ലാതെ നമ്മെ അവൻ നടത്തുവാൻ, എത്തിക്കേണ്ടുന്ന ഇടത്തെത്തിക്കാൻ അവൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ ആദ്യമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു ബാലകൻ, ആമേൻ, ആ തീവണ്ടിയുടെ നീണ്ടുകിടക്കുന്ന ബോഗിയും അപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളെ വഹിച്ചുകൊണ്ട്
അതിവേഗം പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ തീവണ്ടി ആ ബാലനിൽ വളരെ കൗതുകം സൃഷ്ടിക്കാനിടയായി തീർന്നു. ആകാംക്ഷയോടുകൂടെ അവൻ അതിന്റെ അകത്തിരിക്കുകയാണ്. പിതാവിനോട് ചേർന്ന് അവൻ ജനലിന് പുറത്തേക്ക് വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അവനോട് ആരോ പറഞ്ഞ ഒരു ചിന്ത അവന്റെ ഉള്ളിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താണ്? തീവണ്ടി ഒരു സ്ഥലത്തു നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അനേക നദികളും അനേക കുന്നുകളും അപ്പോൾ തന്നെ പാടങ്ങളും പുഴകളും ഒക്കെ കടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് എന്ന്. എന്നാൽ ആ കേട്ട ചിന്ത അവന്റെ ആ യാത്രയിൽ പെട്ടെന്ന് അവനെ ഉണർത്തുകയും അത് ശരിയാണോ എന്ന് കാണാൻ അവനൊരു ആകാംക്ഷയുണ്ടായി. ഈ വലിയ ട്രെയിൻ എങ്ങനെയാണ് പുഴകൾ, തോടുകൾ, പാടങ്ങളൊക്കെ കടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്? അപ്പോൾ ഇങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു. അവന്റെ മുൻപിൽ വലിയൊരു നദി അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി മുൻപിലേക്ക് ഭയത്തോടെ നോക്കുവാൻ തുടങ്ങി. എങ്ങനെ ഈ ട്രെയിൻ ഇതിന്റെ മറുകര കടക്കും? അപ്പോൾ അവൻ കണ്ട കാഴ്ച മനോഹരമായൊരു പാലം അവൻ കാണാനിടയായി. ആ പാലത്തിലൂടെ സുഗമമായിട്ട് വളരെ സമാധാനത്തോടെ ഈ ട്രെയിൻ മറുകരയിലെത്തുകയാണ്. അങ്ങനെ ഓരോ നദികളും ആ ട്രെയിൻ കടന്ന് ലക്ഷ്യത്തിലെത്തി. ഒടുവിൽ ശാന്തനായിട്ട് നിഷ്കളങ്കനായ ഈ കുഞ്ഞ് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇനി എനിക്ക് ഭയമില്ല. നമുക്ക് പോകുവാൻ നദികൾ, തോടുകളുള്ള ഇടത്തൊക്കെ ആരോ പാലം പണിതിട്ടിട്ടുണ്ട്. പ്രിയരെ, ഈ ചെറിയ ചിന്ത ഞാൻ എന്തിനാ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വൈവിധ്യമാർന്ന പ്രതിസന്ധികളെ കണ്ട് നാം അസ്വസ്ഥരാകരുത്. നാം അതിനെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് തന്നെ അത് തരണം ചെയ്യാനുള്ള മാർഗവും ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. അവൻ ദോഷങ്ങളാൽ നിന്നെ പരീക്ഷിക്കുന്ന ദൈവമല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. നോക്കൂ, ചെങ്കടലിൽ ചെങ്കൽപ്പാതയൊരുക്കി തന്റെ ജനത്തെ മറുകര കടത്തി മാനിച്ച അതേ ദൈവം നമ്മെയും മാനിപ്പാൻ ശക്തനാണ്. നമ്മുടെ സ്വർഗീയ പിതാവിനെ നമ്മെക്കുറിച്ച് വലിയ കരുതലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ആ സത്യം തിരിച്ചറിഞ്ഞ ദാവീദ് സങ്കീർത്തനം 40:17 ഇങ്ങനെ വിളിച്ചു പറയുക, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവെന്നെ വിചാരിക്കുന്നു. ഹല്ലേലൂയ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുതേ. കർത്താവ് നമ്മെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ആരുമില്ല എന്നോർത്ത്, സഹായിപ്പാൻ ആരുമില്ലെന്നോർത്ത്, കരുതുവാൻ ആരുമില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. സകലത്തെയും ചമച്ചവൻ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയവൻ, രക്തത്താൽ ജയം നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുക. സ്തോത്രം. 40-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്കു വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ആത്മീയ ഭൗതിക മേഖലയിലെ ആവശ്യങ്ങൾക്കായി, അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾക്കായി വിചാരപ്പെടുന്ന, കരുതിയിട്ടുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിചാരപ്പെടരുത്. സ്തോത്രം, സ്തോത്രം. ഒരിക്കലൊരു ഭക്തൻ പറഞ്ഞു, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്കൊന്നറിയാം, നാളെയെ നിയന്ത്രിക്കുന്ന ഒരുവനാണ് എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. ആ കരം എന്നെ സുരക്ഷിതമായി അത്ഭുതങ്ങളുടെ മുൻപിൽ എത്തിക്കുക തന്നെ ചെയ്യും. നീ പരാജയങ്ങളിൽ കൂടെ സഞ്ചരിക്കുകയല്ല, തകർച്ചയിലൂടെ സഞ്ചരിക്കുകയല്ല. നന്മയിൽ വിടുതലുകളിൽ ദൈവം നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. നമുക്കും വിശ്വസിക്കാം, നമ്മുടെ കരത്തിന്
പിടിച്ചത് സാധാരണ ഒരു വ്യക്തിയല്ല. ഇടവഴിയിൽ ഇട്ടേച്ചു പോകുന്ന ആമേൻ 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 ഒരു വ്യക്തിയല്ല. സ്വർഗസ്ഥനായ പിതാവാണ്. ആ ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, മുൻപോട്ട് പോകുവാൻ, ആത്മീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി തരട്ടെ. ആമേൻ. ആകുലപ്പെടാതിരിപ്പാൻ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ അടിസ്ഥാന കാരണം മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 26-28 വാക്യങ്ങളിൽ പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. നാം വിചാരപ്പെടാതിരിക്കാൻ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന 2 ഉദാഹരണങ്ങളാണ് ഈ 26-ാമത്തെ വാക്യത്തിലും 28-ാമത്തെ വാക്യത്തിലും നാം കാണുന്നത്. 1-ാമത്തെ വാക്യത്തിന്റെ അകത്ത് പറയുന്നു, പറവകളെ നോക്കുവിൻ. ആമേൻ. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താമരയെ എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. സ്തോത്രം. ആമേൻ. അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ വായിച്ചു, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ്, സ്തോത്രം, നാം ആകുലപ്പെടാതിരിപ്പാൻ ആമേൻ നമ്മെ സഹായിക്കാൻ ഇടയായിത്തീരും. രക്തത്താൽ ജയം. 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവാണ് അവയെ പുലർത്തുന്നത്. കർത്താവ് പറയുന്നത്, പിതാവ് ആമേൻ നമ്മുടേതാണ്. സ്തോത്രം. നിങ്ങളുടേതാണ്. അത് ആമേൻ ആ പിതാവ് പറവകളുടേതല്ല. പറവകൾക്ക് സൃഷ്ടി എന്ന നിലയിലാണ് ദൈവവുമായി ബന്ധമുള്ളത്. രക്തത്താൽ ജയം. സൃഷ്ടാവായതുകൊണ്ട് ദൈവം അവയെ പുലർത്തുകയും ചെയ്യുന്നു. എന്നാൽ ആമേൻ നാമും ദൈവവും തമ്മിലുള്ള ബന്ധം സൃഷ്ടി എന്ന നിലയിലല്ല, മറിച്ച് മക്കളെന്ന ബന്ധമാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവെന്ന് വചനം ആമേൻ കർത്താവ് എടുത്തു പറയുന്നത്. ഹല്ലേലൂയ. ദൈവവചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ഭക്ഷ്യദാതാവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്, ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സങ്കീർത്തനം 145-ന്റെ 15-16 വാക്യങ്ങളിൽ വായിക്കുന്നു, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. രക്തത്താൽ ജയം. ദൈവം തക്ക സമയത്ത് ആമേൻ ഓരോന്നിന്റെയും ആമേൻ അതത് സമയങ്ങളിൽ ഓരോന്നിനും വേണ്ടുന്നത് സകലത്തിനും ആമേൻ ദൈവമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല അവയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 147-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാക്കയുടെ കരച്ചിൽ ആരും ഗൗനിക്കാറില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവം അതിന്റെ നിലവിളി, അതിന്റെ കരച്ചിൽ കേട്ട് അതിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന ആഹാരം കൃത്യമായി നൽകിക്കൊടുക്കുകയാണ്. നോക്കിക്കേ, ഓരോന്നിന്റെയും ആഹാരം ആമേൻ ആമേൻ അതിന്റെ ഇനവും അളവും അനുസരിച്ച് എല്ലാം ദൈവം തമ്പുരാൻ നന്നായിട്ട്
അവയ്ക്ക് വേണ്ടുന്നു ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, മൃഗജാലങ്ങൾക്കു വേണ്ടി അവയുടെ കരച്ചിൽ കേട്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, സ്വന്തം പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തന്റെ മക്കളുടെ നിലവിളി കേൾക്കാതിരിപ്പാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം, സ്തോത്രം. അവൻ നമ്മുടെ നിലവിളി കേൾക്കുക തന്നെ ചെയ്യും. വചനത്തിൽ പറയുന്നു, നാം അവയേക്കാൾ വിശേഷതയുള്ളവരല്ലോ. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്നത്, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ. ഓ, ദൈവത്തിന്റെ വിചാരങ്ങൾ, സ്തോത്രം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് ചെറുതല്ല, അത് നിസ്സാരമല്ല, അത് വലുതാണ്. നമ്മുടെ വില നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മെ അലട്ടുന്ന ആകുലതയിൽ നിന്ന്, സ്തോത്രം, സ്തോത്രം, നമുക്ക് പുറത്തു വരാൻ കഴിയുന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വില വർദ്ധിച്ചു വരുന്നത്. കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രത്യേകതയുള്ളത്. ആ സാന്നിധ്യം മാറിയാൽ നാം ശേഷം മനുഷ്യരെ പോലെയാകും. രക്തത്താൽ ജയം. മൂന്നാമത്തെ കാരണം, നാം ആകുലപ്പെടാതിരിക്കാനുള്ള മൂന്നാമത്തെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24 വാക്യത്തിൽ പറയുന്നു, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾ ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുക എന്നുള്ളതാ. നാം ഏത് കാര്യത്തിനാണ് മുൻഗണന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠയും ആകുലതയും ആശങ്കകളും വർദ്ധിച്ചു വരുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു 24 വാക്യത്തിൽ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ 33 വാക്യത്തിൽ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ കാര്യം കർത്താവ് പറഞ്ഞാണ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്നെങ്കിൽ ദൈവത്തെ സേവിക്കുക, അല്ലെങ്കിൽ മാമോനെ സേവിക്കുക. ഇതിനെ അടിസ്ഥാനമാക്കി നാം ഏതിനെ ആശ്രയിച്ചാണ്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കാൻ കാരണമാകുന്നത്. മാമോൻ ആണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ ഒരു കാലത്തും നമ്മുടെ ഉള്ളിൽ നിന്ന് ആകുലത മാറുകയില്ല. അങ്ങനെയുള്ളവർക്ക് ധനചിന്ത എന്നും ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര വെല്ലുവിളിയും അപ്പോൾ തന്നെ അതിന്റെ ഒടുവിൽ ഒരു പരാജയവുമാകും. എത്ര നേടിയാലും എത്ര ഉണ്ടായാലും, സ്തോത്രം, അവർക്ക് തൃപ്തി വരികയില്ല. എന്നാൽ ദൈവരാജ്യത്തിനും നീതിക്കുമാണ് നാം മുൻസ്ഥാനം കൊടുക്കുന്നത് എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ബാക്കി ആവശ്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. അതാണ് വചനം പറയുന്നത്, അതോടുകൂടെ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവമാണ് പറഞ്ഞത് എങ്കിൽ നാം അവിശ്വസിക്കാതെ അതിൽ വിശ്വസിച്ച് അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുകയാണ് വേണ്ടത്. രക്തത്താൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിന്റെ വചനങ്ങൾക്ക്, വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകുകയില്ല. സ്തോത്രം, സ്തോത്രം. ജീവിത ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവമാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മുൻഗണന ദൈവരാജ്യത്തിനാണ് നാം കൊടുക്കുന്നത് എങ്കിൽ
ജീവിതത്തിൽ ഉത്കണ്ഠയില്ലാതെ, ആശങ്കകൾ വരാതെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ ജീവിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ മറിച്ചായാൽ വിചാരങ്ങൾ വർദ്ധിച്ച് നമ്മുടെ ജീവിതങ്ങൾ മൃഗങ്ങൾ വേട്ടക്കാരന്റെ വലയിൽ കുരുങ്ങുന്നത് പോലെ പല വിഷയങ്ങളിൽ നാം കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ പ്രസിദ്ധനായ ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു അമ്മയും മകനും കൂടെ വന്ന് വളരെ ദുഃഖത്തോടെ നിൽക്കുകയാണ്. ആ സ്ത്രീ ഗുരുവിനോട് വളരെ ദുഃഖത്തോടെ ചോദിച്ചു, ഒരാൾക്ക് അവരുടെ ജീവിതം സംതൃപ്തിയോടെ ഇരിക്കാൻ എത്രമാത്രം ഭൗതിക നന്മ അല്ലെങ്കിൽ എത്രത്തോളം സമ്പത്ത് അവന് ആവശ്യമാണ്? ഈ ചോദ്യം കേട്ട ഗുരു മറുപടിയൊന്നും പറയാതെ അവരെ ഉൾമുറിയിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി. ഡൈനിങ് ടേബിളിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് കൂടെയുണ്ടായിരുന്ന കുഞ്ഞിന്റെ കരത്തിൽ കൊടുത്തു. അത് കിട്ടിയപ്പോൾ സന്തോഷത്തോടെ ആ കുട്ടി അത് വാങ്ങി. അവൻ തന്റെ കൈകളിൽ ആ ആപ്പിൾ വെച്ചുകൊണ്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മേശയിൽ നിന്ന് ഒരാപ്പിളും കൂടെ എടുത്ത് അവന്റെ കൈകളിലേക്ക് ഈ ഗുരു കൊടുക്കാനിടയായി തീർന്നു. സന്തോഷത്തോടെ അതും വാങ്ങി കയ്യിൽ അവൻ രണ്ട് കൈകളിലും ആപ്പിളുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉടൻ തന്നെ മറ്റൊരാപ്പിളും കൂടെ എടുത്ത് ഈ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ രണ്ട് കുഞ്ഞു കൈകളിലും ഓരോ ആപ്പിൾ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് മൂന്നാമതൊരെണ്ണം അവന്റെ കരങ്ങളിൽ ഒതുക്കാൻ അവന് കഴിയുകയില്ലായിരുന്നു. ആ മൂന്നാമത് കിട്ടിയ ആപ്പിൾ പെട്ടെന്ന് തന്നെ അവൻ വാങ്ങിയപ്പോൾ തന്നെ അവൻ താഴെ വീണു. ബന്ധപ്പെട്ടവൻ കരങ്ങളിൽ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും അത് താഴേക്ക് വീണു. എന്നാൽ ഉടൻ തന്നെ മറ്റൊരെണ്ണം നാലാമതൊരു ആപ്പിൾ കൂടെ എടുത്ത് അവന്റെ നേരെ നീട്ടി. അവന് സങ്കടമായി. അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഇനി ഒതുങ്ങത്തില്ല, താഴെ വീഴും. അവൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ഉടനെ ഗുരു ആ മാതാവിനോട് ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൻ കരഞ്ഞത്? പ്രിയരെ, നമുക്കും ഒന്ന് ചിന്തിക്കാം, എന്തുകൊണ്ട് ആ കുഞ്ഞ് കരഞ്ഞു? ഈ കുഞ്ഞിന്റെ അവസ്ഥ തന്നെയാണ് സകല മനുഷ്യരുടെയും ചിന്താഗതികൾ എന്ന് പറയുന്നത്. എങ്ങനെ കൂടുതൽ കൈക്കലാക്കാം, താഴെ പോകാതെ കൊണ്ട് അടുത്തതും കൂടെ എന്റെ കൈകളിൽ എങ്ങനെ ഒതുക്കാം? ഈ ചിന്തകൾ നമ്മിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഉയർത്തിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിചാരപ്പെടരുത്, നമ്മുടെ നാളുകളെ തിരുത്താൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നാം സേവിക്കുന്ന ദൈവത്തോട്, നാം ആരാധിക്കുന്ന ദൈവത്തോട്, സകലത്തെയും ചമച്ച ദൈവത്തോട് നാം പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ അടുക്കുമ്പോൾ നമ്മുടെ നാളുകളെ വ്യത്യാസപ്പെടുത്താൻ ദൈവം ശക്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുമ്പോൾ തന്നെ ഇന്ന് നമ്മെ ആകുലതകളില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ ജീവിക്കാൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിചാരങ്ങളിൽ കുടുങ്ങാതെ കരുതുന്ന ദൈവത്തിൽ, നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാമെന്നുള്ള വാക്കുകളോടെ ഞാൻ എന്റെ വചനം ഈ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.